वाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 11ാമത്തെ ദിവസത്തിലേക്ക് കോൺ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭഗവത്ഗീത ഓവർവ്യൂ നമ്മൾ ചെയ്യുന്നത് കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട് നമ്മൾ 10 അധ്യായങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വിഭൂതിയോഗം 10ാമത്തെ അധ്യായം ചർച്ച ചെയ്തു. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആ വിഭൂതിയോഗം പഠിക്കുന്നതിന്റെ പ്രാധാന്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഭൂതിയോഗം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ഭഗവാനെ തുടർച്ചയായിട്ട് ചിന്തിക്കാൻ സാധിക്കും. ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ വിഭൂതിയോഗം സഹായിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിഭൂതിയോഗം പഠിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ വിഭൂതിയോഗം കേട്ട സമയത്ത് അർജുനന് ആ വിഭൂതികളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു രൂപം നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വിഭൂതികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കേട്ട സമയത്ത് ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം, വിശ്വരൂപം കാണുന്നതിന് വേണ്ടി അർജുനന് ആഗ്രഹമുണ്ടായി. അപ്പോൾ അർജുനൻ ആ വിശ്വരൂപം കാണുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. ആ വിശ്വരൂപം കണ്ട സമയത്ത് അർജുനന് യഥാർത്ഥത്തിൽ ഭഗവാനോട് സ്നേഹം കൂടുകയല്ല ചെയ്തത്, അർജുനന് ഭയമാണ് ഉണ്ടായത്. അല്ലെ, അർജുനന് ഭയമുണ്ടായി. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിലേക്ക്, സൗമ്യവപു, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള, ശ്യാമസുന്ദരമായിട്ടുള്ള രൂപം കാണിച്ചു തരണമെന്നും അതിന്റെ മുന്നേ ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം കാണിച്ചു തരണമെന്നും അർജുനൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഭഗവാൻ വീണ്ടും ചതുർഭുജ നാരായണ രൂപവും അതിനുശേഷം സ്വന്തം രൂപത്തിലേക്കും ദ്വിഭുജ രൂപത്തിലേക്ക്, ശ്യാമസുന്ദരമായിട്ടുള്ള രൂപത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ ശ്യാമസുന്ദര രൂപത്തിലേക്ക് വന്നതിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട്, ഈ ശ്യാമസുന്ദര രൂപം നിനക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതല്ല. ഭഗവാന്റെ വിശ്വരൂപത്തിനേക്കാൾ അതീവ രഹസ്യമാണ് ഈ ശ്യാമസുന്ദര രൂപമെന്നും ആ ശ്യാമസുന്ദര രൂപമാണ് ഭഗവാന്റെ യഥാർത്ഥ രൂപമെന്നും ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. സ്വകം രൂപം എന്ന്, സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയും. ഇവിടെ അർജുനന് യഥാർത്ഥത്തിൽ വിശ്വരൂപം കാണേണ്ട ആവശ്യമില്ല. കാരണം ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ദ്വിഭുജ രൂപമാണ്. സുന്ദരമായിട്ടുള്ള 2 കൈകളോട് കൂടിയിട്ടുള്ള രൂപത്തിനെയാണ് ഭക്തന്മാർ ആരാധിക്കുന്നത്. പക്ഷേ ഭഗവാനെ അംഗീകരിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ വിശ്വരൂപം കാണിക്കാൻ പറയുന്നത്. കാരണം ഭഗവാന് മാത്രമേ വിശ്വരൂപം കാണിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ പോയതിനു ശേഷം മറ്റു പലരും ഞാൻ ഭഗവാനാണ്, ഭഗവാന്റെ അവതാരമാണ് എന്ന് പറഞ്ഞു വന്നേക്കാം. കലിയുഗത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ അങ്ങനെ കാണുന്നുണ്ട്. ഞാനും ഈശ്വരന്റെ അവതാരമാണ്. നമുക്ക് അവരെ എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അർജുനൻ അതിനുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ഭഗവാനാണെങ്കിൽ അവർക്ക് വിശ്വരൂപം കാണിക്കാൻ സാധിക്കും. അർജുനൻ ഭഗവാനോട് വിശ്വരൂപം കാണിച്ചു തരണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഭഗവാൻ അവർക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അത് ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ പേരിൽ, ഭഗവാന്റെ അവതാരമാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ
നമ്മൾക്ക് പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഭഗവാന്റെ വിശ്വരൂപം. ഭഗവാന്റെ അവതാരമാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കണം, നിങ്ങൾ വിശ്വരൂപം കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭഗവാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. കാരണം ഭഗവാൻ വിശ്വരൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശ്വരൂപത്തിന്റെ ഒരു ചിത്രവും നമ്മൾക്ക് ഇവിടെ ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ നൽകുന്നുണ്ട്. ഭഗവാൻ സ്വയം ആ വിശ്വരൂപത്തിനെ വർണ്ണിക്കുന്നുണ്ട്, അർജുനൻ വർണ്ണിക്കുന്നുണ്ട്, സഞ്ജയനും ആ വിശ്വരൂപത്തിനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വരൂപം എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന് മാത്രം കാണിക്കാൻ സാധിക്കുന്ന രൂപമാണ് വിശ്വരൂപം. പക്ഷെ ഭക്തന്മാർക്ക് അതിൽ വലിയ താല്പര്യമില്ല. ഭഗവാനെ അംഗീകരിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് വിശ്വരൂപം കാണിച്ചു തരണം. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അദ്ദേഹം സ്വയം ഭഗവാൻ തന്നെയാണ് എന്ന് സാധാരണ വ്യക്തികൾക്ക് തെളിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർജുനൻ വിശ്വരൂപം കാണിക്കാൻ വേണ്ടി ഭഗവാനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതൊരു മാനദണ്ഡമാണ്. ഭഗവാൻ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഭഗവാന്റെ ഈ വിശ്വരൂപം. അപ്പൊ നമ്മൾക്ക് ഈ അധ്യായം നോക്കാം. 11ാമത്തെ അധ്യായം വിശ്വരൂപം. ഈ അധ്യായത്തിൽ 55 ശ്ലോകങ്ങളാണ് ഉള്ളത്. 55 ശ്ലോകങ്ങളാണ് ആകെയുള്ളത്. നമ്മൾക്ക് ഈ അധ്യായത്തിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി 6 ഭാഗമാക്കിയിട്ട് ഈ അധ്യായത്തിനെ തിരിക്കാൻ സാധിക്കും. 6 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളാണ്. 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ വിശ്വരൂപ ദർശനത്തിനായി ആഗ്രഹിക്കുന്നു. വിശ്വരൂപം കാണിച്ചു തരണമെന്ന് അർജുനൻ ആവശ്യപ്പെടുന്നു. ഭഗവാൻ വിശ്വരൂപത്തെ വർണ്ണിക്കുന്നു. ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന വിശ്വരൂപത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു വിവരണം നൽകുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ വിശ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ്. പിന്നീട് രണ്ടാമത്തെ ഭാഗം 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങൾ. 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളിൽ സഞ്ജയൻ ഭഗവാന്റെ വിശ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ്, വർണ്ണിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ധൃതരാഷ്ട്രർക്ക്. അർജുനൻ ഇങ്ങനെയുള്ള വിശ്വരൂപമാണ് കണ്ടത് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങൾ, രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം 15 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ. അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തിനെ ദർശിക്കുന്നു. അർജുനൻ എന്തൊക്കെയാണ് വിശ്വരൂപത്തിൽ ദർശിച്ചത് എന്ന് അർജുനൻ തന്നെ പറയുന്നതാണ് 15 മുതൽ 30 വരെയുള്ള ശ്ലോകം. പിന്നീട് 31 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ഉഗ്രരൂപം കണ്ട അർജുനൻ ഭഗവാന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും. ഭഗവാന്റെ ഉഗ്രരൂപം കണ്ടിട്ടുള്ള അർജുനൻ ഭഗവാന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നു. ഭഗവാൻ അതിന് താൻ കാലസ്വരൂപനാണെന്ന് മറുപടി നൽകുന്നു. അർജുനന് വിശ്വരൂപം കണ്ട സമയത്ത് ഭയമായി. ഇതുവരെ ഇങ്ങനെ ഒരു രൂപം, ഭഗവാന്റെ രൂപം കണ്ടിട്ടില്ല. കണ്ട സമയത്ത് അർജുനന് ഭയമുണ്ടായി. അർജുനൻ ഭയത്തോടു കൂടി ചോദിക്കുന്നു, അങ്ങ് ആരാണ്, അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നു. ഭഗവാൻ അതിന് മറുപടി നൽകുന്നു. 31 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ. 35 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. വിശ്വരൂപം കണ്ടതിന് ശേഷം അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നു. അർജുനന്റെ സ്തുതിയാണ് 35 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളെ. അത് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്, ഭഗവാനെ സ്തുതിക്കുന്നതാണ്. നമ്മൾ ഭഗവാനെ സ്തുതിക്കേണ്ടത് പൂർവികരായിട്ടുള്ള ഭക്തന്മാർ എങ്ങനെയാണോ ഭഗവാനെ സ്തുതിച്ചത് അതേപടിയാണ് നമ്മൾ ഭഗവാനെ സ്തുതിക്കേണ്ടത്. നമ്മുടെ ഊഹങ്ങൾ വെച്ചല്ല ഭഗവാനെ സ്തുതിക്കേണ്ടത്. ആധികാരികമായിട്ട് ശാസ്ത്രങ്ങളിൽ ഭഗവാനെ കുറിച്ച് സ്തുതിയുണ്ട്, അല്ലെ? ഭഗവത്ഗീതയിൽ ഇപ്പം അർജുനന്റെ സ്തുതിയുണ്ട്. അതേപോലെ ഭാഗവതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്തുതികൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്തുതികളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആവർത്തിച്ചു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ സ്തുതി, ഭഗവാനെ സ്തുതിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഊഹം വെച്ച് സ്തുതിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം ഭഗവാന് അനുയോജ്യമായി കൊള്ളണമെന്നില്ല. ഈ സ്തുതികളൊക്കെ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ 35 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനന്റെ സ്തുതിയാണ്.
47 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വിഭുജ രൂപം ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ ദ്വിഭുജ രൂപത്തിന്റെ പ്രാധാന്യമാണ് ഭഗവാൻ അവസാനത്തെ ഭാഗത്ത് പറയുന്നത്. 47 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ ദ്വിഭുജ രൂപം എത്രത്തോളം അപൂർവമാണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഭഗവാൻ പറയുന്നത്. ഈ അധ്യായത്തിൽ ഭഗവാൻ വിശ്വരൂപമാണ് കാണിക്കുന്നതെങ്കിലും അവസാനം വന്നു നിൽക്കുന്നത് ദ്വിഭുജ രൂപത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് അവസാന ഭാഗത്ത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും അവസാനം ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾക്ക് അവസാന ഭാഗത്ത് കാണാം. ഏതൊക്കെയാണ് ഭാഗങ്ങളെന്ന് മനസ്സിലായോ? മനസ്സിലായി. യെസ്. അപ്പൊ നമ്മൾക്ക് ശ്ലോകങ്ങളിലേക്ക് നോക്കാം. എല്ലാ ശ്ലോകങ്ങളും നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ നമ്മൾക്ക് സമയം ഉണ്ടാവുകയില്ല. കാരണം ഇത് കുറച്ച് നീണ്ട അധ്യായമാണ്. 55 ശ്ലോകങ്ങളുണ്ട്. എന്നാലും നമ്മൾക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തെ ശ്ലോകം അർജുനൻ പറയുന്നതാണ്. മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മ സംഹിതം യക്തയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ. ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് കേട്ട സമയത്ത്, കഴിഞ്ഞ അധ്യായം വിഭൂതി യോഗമായിരുന്നു, ആ വിഭൂതികളെ കുറിച്ച് കേട്ട സമയത്ത് ഭഗവാനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും അർജുനൻ ഇല്ലാതായി എന്ന് പറയുന്നു. ഭഗവാൻ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തും പ്രവർത്തിക്കുന്നത്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അർജുനന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എല്ലാവിധ സംശയങ്ങളും ഇല്ലാതായി എന്ന് അർജുനൻ പറയുന്നു. അതിനുശേഷം ആ ഭഗവാന്റെ ഐശ്വര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, ഭൗതിക പ്രപഞ്ചത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഉൾക്കൊള്ളുന്ന ആ വിശ്വരൂപം ദർശിക്കണമെന്ന് അർജുനന് താല്പര്യമുണ്ടായി. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവമേതത് യഥാതത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ഭഗവാന്റെ ഭൗതിക ഐശ്വര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ വിശ്വരൂപം ദർശിക്കണമെന്ന് അർജുനന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിന് തനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ആ വിശ്വരൂപം കാണിച്ചു തരണമെന്ന് 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അന്യസേ യതി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോമേത്വം ദർശയാത്മാനം അവ്യം. തനിക്ക് യോഗ്യതയുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ ആ വിശ്വരൂപം കാണിച്ചു തരണമെന്ന് ഭഗവാനോട് അർജുനൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ ആ ഉടനെ തന്നെ അർജുനന്റെ ആവശ്യം കേട്ട സമയത്ത് തന്നെ പിന്നീട് വരൂ കാണിച്ചു തരാം എന്നൊന്നല്ല ഭഗവാൻ പറയുന്നത്, അല്ലേ? കാരണം ഭഗവാൻ എപ്പോ വേണമെങ്കിലും വിശ്വരൂപം കാണിക്കാം. അത് ഭഗവാന് മാത്രമേ കാണിക്കാൻ സാധിക്കുള്ളൂ. ആരെങ്കിലും കലിയുഗത്തില് ഞാൻ ഭഗവാന്റെ അവതാരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് വിശ്വരൂപം ചോദിക്കാൻ സാധിക്കും. നിങ്ങൾ വിശ്വരൂപം കാണിക്കും, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഭഗവാനാണെന്ന് ഞാൻ അംഗീകരിക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതൊരു ടെസ്റ്റാണ്. അപ്പോൾ ഭഗവാൻ അപ്പോൾ തന്നെ പറഞ്ഞു, പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതിനിച്ച. ഇപ്പോൾ തന്നെ നീ എൻ്റെ വിശ്വരൂപം കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള ദിവ്യരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന നാനാവർണാകൃതിനിച്ച, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ കാണിക്കുന്ന ആ വിശ്വരൂപം കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. ആ വിശ്വരൂപത്തിൽ ഭഗവാൻ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് വിശ്വരൂപത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ള ഒരു സൂചന ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തുധാ ബഹുന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ദേവതമാരെയൊക്കെ കാണിക്കുന്ന ആ വിശ്വരൂപം നീ ഇപ്പോൾ തന്നെ ദർശിച്ചുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ വിശ്വരൂപത്തിനെ കുറിച്ചുള്ള ഒരു സൂചന ഭഗവാൻ നൽകുന്നുണ്ട്. പക്ഷേ ഭഗവാൻ പറഞ്ഞു, അർജുനന്റെ ഇപ്പോഴുള്ള നേത്രങ്ങൾ കൊണ്ട്, അർജുനന്റെ ഈ സാധാരണ നേത്രങ്ങൾ കൊണ്ട് വിശ്വരൂപത്തിനെ ദർശിക്കാൻ സാധിക്കില്ല. കാരണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ്. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിനെ കാണണമെങ്കിൽ അർജുനന്റെ ആ കണ്ണുകളുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃഷ്ടി, ദിവ്യമായിട്ടുള്ള ഒരു ദൃഷ്ടി ഞാൻ നിനക്ക് പ്രദാനം ചെയ്യാം എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ, 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷ
ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗം ഐശ്വര്യം. ഭഗവാന്റെ ആ യോഗശക്തി കാണുന്നതിനുള്ള പ്രത്യേക ദൃഷ്ടി, പ്രത്യേക കണ്ണുകൾ നൽകാമെന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ അർജുനന് ഒരു പ്രത്യേക ദൃഷ്ടി നൽകി, കണ്ണുകൾ നൽകി എന്നാണ് പറയുന്നത്. ദിവ്യമായിട്ടുള്ള നേത്രങ്ങൾ ഭഗവാൻ നൽകി. അതിനുശേഷം ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപത്തിനെ ആദ്യം വർണ്ണിക്കുന്നത് സഞ്ജയനാണ്. എങ്ങനെയുള്ള വിശ്വരൂപത്തിനെയാണ് അർജുനൻ കണ്ടത് എന്ന് 9ാമത്തെ ശ്ലോകം മുതൽ സഞ്ജയൻ പറയുന്നുണ്ട്. ഏവമുക്താ തഥോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപം ഐശ്വരം. അനേക വക്ത്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരതരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശുദ്ധോമുഖം. അനേക വക്ത്രനയനം, ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് കണ്ണുകൾ, അനേക അത്ഭുത ദർശനം, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളായിട്ടുള്ള രൂപങ്ങളൊക്കെ അർജുനൻ കാണാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അനേക ദിവ്യാഭരണം ദിവ്യ അനേകോദ്യതായുധം, ദിവ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആഭരണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളൊക്കെ അർജുനൻ കാണാൻ തുടങ്ങി എന്ന് പറയുന്നു. ദിവ്യമാല്യാംബരതരം ദിവ്യഗന്ധാനുലേപനം, ദിവ്യമായിട്ടുള്ള മാലകൾ, ദിവ്യഗന്ധാനുലേപനം. ആ കാണുക മാത്രമല്ല, ആ കാണുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സുഗന്ധങ്ങളും, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധവും അനുഭവിക്കാൻ അർജുനന് സാധിച്ചു എന്നാണ് പറയുന്നത്. അർജുനൻ ചിത്രത്തിൽ കാണുന്നത് പോലെ ദൂരെ രൂപം കാണുകയല്ല, ആ രൂപങ്ങളെയൊക്കെ അനുഭവിക്കാനും ആ രൂപം കാണുന്ന സമയത്ത് പ്രത്യേക സുഗന്ധം അനുഭവിക്കാനും അർജുനന് സാധിച്ചു എന്നാണ് പറയുന്നത്. സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനന്തമായിട്ടുള്ള അത്യാശ്ചര്യകരമായിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങളാണ് അർജുനൻ കാണുന്നതെന്ന് ഇവിടെ സഞ്ജയൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ വിശ്വരൂപം കാണുന്ന സമയത്ത് അവിടെ വലിയൊരു പ്രകാശം ഉണ്ടായി എന്ന് പറയുന്നു. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗ പദുദ്ധിത യദിഭാ സദൃശീസാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന. ഭഗവാന്റെ വിശ്വരൂപം ഭഗവാൻ കാണിക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എത്ര പ്രകാശമുണ്ടാവുമോ അത്രയ്ക്കും പ്രകാശം അവിടെ നിറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുദ്ധിത യദിവാ സദൃശീസ്യാത് ഭാസസ്തസ്യ മഹാത്മന. വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം വരാൻ തുടങ്ങി എന്ന് പറയുന്നു. തദസ്സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ പ്രണമ ശിരസാദേവം കൃതാഞ്ജലി അഭാഷത. ഇങ്ങനെയുള്ള വിശ്വരൂപം കണ്ട സമയത്ത് അർജുനൻ ആരാധനാഭാവത്തോടുകൂടി ഭഗവാനെ പ്രണമിച്ചു എന്ന് പറയും. ഭഗവാനെ പൂർണ്ണമായിട്ടും പ്രണമിച്ചു. അതുവരെ സുഹൃദ് രൂപത്തിൽ സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചിരുന്നവരാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപം, ഭഗവാന്റെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം കാണുന്നത്. അത് കണ്ട സമയത്ത് അർജുനൻ ആരാധനാഭാവമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഭഗവാനോട് കുറച്ച് അകൽച്ചയാണ് അർജുനൻ ഉണ്ടാകുന്നത്, അല്ലെ? ഭക്തന്മാർ വളരെ അടുത്ത് ഇടപഴകുന്ന വ്യക്തികളാണ്. അവർക്ക് ആരാധനാഭാവത്തിനേക്കാൾ കൂടുതൽ സ്നേഹഭാവമാണ് ഉണ്ടാകുന്നത്. അർജുനൻ സാഖ്യരസത്തിലുള്ള ഭക്തനാണ്, സുഹൃത് ഭാവത്തിലുള്ള ഭക്തനാണ്. പക്ഷെ ഇവിടെ വിശ്വരൂപം കണ്ട സമയത്ത് ആ സുഹൃത് ഭാവത്തിൽ കുറച്ച് ഇടിവാണ് ഉണ്ടായത്, ആ ഭക്തിയിൽ കുറച്ച് ഇടിവാണ് ഉണ്ടായത്. അദ്ദേഹം ആരാധനാഭാവത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാധീനനായി രോമാഞ്ചം പൂണ്ട് കൃഷ്ണന്റെ മുന്നിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി അർജുനൻ ഭഗവാൻ കാണിച്ച വിശ്വരൂപം ദർശിക്കുന്നതാണ് പറയുന്നത്. പശ്യാമി ദേവാൻ സ്തവദേവ ദേഹേ സർവാം സ്തുതാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാൻ ഉരകാംശ ദിവ്യാം. ഞാൻ അങ്ങയുടെ ദേഹത്ത് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ കാണുന്നു എന്ന് പറയുന്നത്. സർവാം സ്തുതാ ഭൂതവിശേഷ സംഘാൻ, എല്ലാ ജീവജാലങ്ങളെയും അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല ബ്രഹ്മാണമീശം കമലാസനസ്ഥം, ദേവന്മാരുടെയൊക്കെ ദേവന്മാരായിട്ടുള്ള ബ്രഹ്മാവ്, അതേപോലെ ഈശൻ, മഹാദേവൻ, ഇവരൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ അർജുനൻ കാണുന്നുണ്ട്. ഋഷീംശ സർവാൻ ഉരകാംശ ദിവ്യാം, ഋഷിമാരെയും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഉരകങ്ങളെയും ജീവികളെയൊക്കെ, ദിവ്യങ്ങളായിട്ടുള്ള ജീവികളെയൊക്കെ ഭഗവാന്റെ രൂപത്തിൽ അർജുനൻ കാണുന്നു എന്ന് പറയും.
അനേകബാഹൂധരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വരൂപ. അനേകബാഹൂധരവക്ത്രനേത്രം, ഭഗവാന് ഒരുപാട് കൈകള്, ഒരുപാട് ഉദരങ്ങള്, ഒരുപാട് മുഖങ്ങള്, ഒരുപാട് കണ്ണുകൾ ഒക്കെ അർജുനൻ കാണുന്നുണ്ട്. പശ്യാമിത്വം സർവതം അനന്തരൂപം, അതിന്റെ ഒരറ്റം കാണാൻ അർജുനന് സാധിക്കുന്നില്ല. നാന്തം ന മധ്യം ന പുനസ്തവാദിം, അർജുനന് ഇതിന്റെ തുടക്കം, ഈ രൂപങ്ങളുടെ തുടക്കം എന്താണ്, മധ്യം എവിടെയാണ്, അവസാനം എവിടെയാണെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ തന്നെ പറയുകയാണ്. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമിത്വാം ദുർനിരീക്ഷം സമന്ത ദീപ്താൻ അനലാർക്കം അദ്യുതി അപ്രമേയം. ഭഗവാന്റെ രൂപം മാത്രമല്ല, ഭഗവാന്റെ രൂപത്തിൽ നിന്ന് പ്രകാശം, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. കിരീടിനം ഗദിനം ചക്രിണം ച, കിരീടങ്ങളും ഗദകളും ചക്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള അനന്തമായിട്ടുള്ള രൂപങ്ങൾ അർജുനൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അനാദിമധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമിത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിതം തബന്ധം. അർജുനൻ ഒരേ രൂപത്തെ അല്ല കാണുന്നത്, അർജുനൻ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനന്തബാഹും ശശിസൂര്യനേത്രം, അനേകം കൈകളുള്ള ഭഗവാന്റെ രൂപം ഇപ്പോൾ അർജുനൻ കാണുന്നുണ്ട്. ശശിസൂര്യനേത്രം, ആ ഭഗവാന്റെ രൂപത്തിലെ കണ്ണുകൾ എന്തൊക്കെയാണ്? ശശിസൂര്യനേത്രം, സൂര്യനും ചന്ദ്രനുമാണ് ഭഗവാന്റെ കണ്ണുകളായിട്ടിരിക്കുന്നത്. പശ്യാമിത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസ വിശ്വമിതം തബന്ധം, ഭഗവാന്റെ വായിൽ നിന്ന് തീ പാളുന്നതായിട്ട് കാണാം. വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ നിന്ന്, ഭഗവാന്റെ വായുകളിൽ നിന്ന് തീ പാളുന്നതായിട്ട് കാണുന്നു. സ്വതേജസ വിശ്വമിതം തബന്ധം, ആ തേജസ് കൊണ്ട് ലോകം മുഴുവൻ ജ്വലിക്കുന്നതായിട്ട് അർജുനൻ കാണുന്നു. അതിനുശേഷം അർജുനൻ പറയുന്നത് ഈ രൂപം കാണുന്ന സമയത്ത്, അപ്പൊ അർജുനോടൊപ്പം മറ്റുള്ളവരും ഈ വിശ്വരൂപം കാണുന്നുണ്ട്. അർജുന വിശ്വരൂപം കാണിച്ച സമയത്ത് പ്രപഞ്ചത്തിലെ മറ്റു ലോകത്തിലുള്ള ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും സിദ്ധന്മാരും ഒക്കെ അസുരന്മാരും എല്ലാം ഭഗവാന്റെ ഈ വിശ്വരൂപം വ്യത്യസ്ത ലോകത്തു നിന്ന് ദർശിക്കുന്നുണ്ട്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഭഗവാന്റെ രൂപം കാണുമ്പോൾ ഉണ്ടാകുന്നത്. ചില ആളുകൾ ഭയന്ന് ഒളിക്കുന്നു എന്ന് പറയുന്നു. 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമി ആകാശങ്ങളും സർവ്വമുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. അപ്പൊ 3 ലോകത്തിലുള്ള ആളുകൾക്കും ഭയമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അമീഹിത്വാം സുരസംഗാവിശന്തി കേജിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സുസ്ഥിത്യുക്ത മഹർഷി സിദ്ധസംഗ സ്തുവന്തിസ്ത്വാം തുതിവി പുഷ്കലാഭി. വ്യത്യസ്ത ലോകത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഭഗവാന്റെ ഈ വിശ്വരൂപം കാണുന്ന സമയത്തുണ്ടാകുന്നത്. ദേവന്മാരെല്ലാം ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രണമിക്കുന്നതായിട്ട് അർജുനൻ കാണുന്നു. ചില ആളുകള് വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടുകൂടി നിൽക്കുന്നതായിട്ട് അർജുനൻ കാണുന്നുണ്ട്. മഹർഷിമാരും സിദ്ധന്മാരും ഭഗവാന് സ്തുതിക്കുന്നുണ്ട്. ലോകത്തിന് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് അവര് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ലോകത്തിലുള്ളവർ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഭഗവാന്റെ വിശ്വരൂപം ഉണ്ടാകുമ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം അർജുനൻ കാണുകയാണ്. അതിനുശേഷം ഭഗവാൻ കൂടുതൽ ഭയാനകമായിട്ടുള്ള രൂപം കാണിക്കുന്നു എന്ന് പറയുന്നു. 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, രൂപം മഹത്തെ ബഹുവത്ര നേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂതരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ടാലോക പ്രവിദിതാസ്തദാഹം. ഒരുപാട് കൈകളും കണ്ണുകളും ഉദരങ്ങളും ഒക്കെയുള്ള ഭഗവാന്റെ ഭീകരമായിട്ടുള്ള രൂപം ഇപ്പോൾ അർജുനൻ കാണാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ രൂപം കണ്ടിട്ട് ലോകം മുഴുവൻ ഭയക്കുന്നു എന്ന് പറയുന്നു. ഖരാളാനിച്ചതേ മുഖാനി ദൃഷ്ടൈവ കാലാൻ അലസന്നിഭാനി ദിശോന ജാനേന ലഭേജ ശർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ. അർജുനും ഇത് കാണുന്ന സമയത്ത് ഭയമാണ് ഉണ്ടാകുന്നതെന്ന്. ഭഗവാന്റെ ദംഷ്ടകളൊക്കെയുള്ള രൂപം, ഭഗവാന്റെ വായ്കളിൽ നിന്ന് കൂർത്ത പല്ലുകൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പല്ലുകൾ,
ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള രൂപം ആദ്യമായിട്ടാണ് അർജുനൻ കാണുന്നത്. ഈ ഭീകരമായിട്ടുള്ള രൂപം കാണുന്ന സമയത്ത് അർജുനന് പോലും അർജുന്റെ മനസ്സിന്റെ സമനില തെറ്റുന്നു എന്നാണ് പറയുന്നത്. ദിശോന ജാനേന ലഭേജ ശർമ്മ, എനിക്ക് അങ്ങനെ ഈ രൂപം കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അടുത്തതായിട്ട് അർജുനൻ കാണുന്നത് ഭഗവാന്റെ ആ ഭീകരമായിട്ടുള്ള രൂപത്തിലേക്ക്, ഭഗവാന്റെ ഭീകരമായിട്ടുള്ള വായിലേക്ക് എല്ലാ സേനാ നായകന്മാരും സൈന്യം മുഴുവനായിട്ടും ഭഗവാന്റെ വായിലേക്ക് പോകുന്നതായിട്ടാണ്, കടന്നു പോകുന്നതായിട്ടാണ് അർജുനൻ കാണുന്നത്. അമീജ 26-27 ശ്ലോകങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട്. അമീജത്വാം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാൻ അനിബാല സംഘേ ഭീഷ്മോ ദ്രോണസൂതപുത്രസ്തദാസോ സഹാസ്മദീയൈരഭിയോധമുഖ്യൈ വക്രാണിത്വേ തുരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിദ്ദലഗ്നോ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗേ. ആരൊക്കെയാണ്? ഭീഷ്മോ ദ്രോണസൂതപുത്രസ്തദാസോ, വലിയ വലിയ സേനാനായകന്മാർ, കൗരവപക്ഷത്തുള്ളതും പാണ്ഡുപക്ഷത്തുള്ള എല്ലാവരും ഭഗവാന്റെ വായിലേക്ക് കടന്നു പോകുന്നു. മാത്രമല്ല ഭഗവാന്റെ ആ ഭീകരങ്ങളായിട്ടുള്ള ദംഷ്ടകൾക്കിടയിൽപ്പെട്ട് അവരുടെ ശിരസ്സുകളൊക്കെ ചതഞ്ഞരഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. ചൂർണിതൈരുത്തമാങ്കെ എന്ന് പറയുന്നു. അവരുടെ ശിരസ്സുകളൊക്കെ ഭഗവാന്റെ പല്ലുകൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞു പോകുന്നതായിട്ട് അർജുനൻ കാണുന്നു. എങ്ങനെയാണ് ഈ സൈന്യം മുഴുവൻ ഭഗവാന്റെ വായിലേക്ക് എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് അർജുനൻ പറയുന്ന 28-ാമത്തെ ശ്ലോകത്തിൽ, യഥാനദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീര വിശന്തി വസ്ത്രാൻ അഭിവിജ്വലന്തി. ഭഗവാന്റെ ജ്വലിച്ചു നിൽക്കുന്ന വായിലേക്ക് എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് നദികൾ അതിവേഗം പ്രവഹിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ വായിലേക്ക് നദികൾ പ്രവഹിക്കുന്നത് പോലെ ഭഗവാന്റെ വായ്ക്കകത്തേക്ക് എല്ലാ സേനയിലെ എല്ലാ അംഗങ്ങളും കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു ഉദാഹരണം അർജുനൻ പറയുന്നുണ്ട് 29-ാമത്തെ ശ്ലോകത്തിൽ, യഥാപ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോക തവാഭിവക്ത്രാണി സമൃദ്ധവേഗ. എങ്ങനെയാണോ അഗ്നിയിലേക്ക് ഈയാമ്പാറ്റകൾ കടന്നു പോകുന്നത്, ഈയാമ്പാറ്റകൾ അഗ്നിയിലേക്ക് പ്രവേശിച്ച് അവിടെ കരിഞ്ഞു പോകുന്നത്, അതേപോലെ ഈയാമ്പാറ്റകൾ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ എല്ലാ സൈന്യത്തിലെ എല്ലാ അംഗങ്ങളും മുഴുവൻ സേനയും ഭഗവാന്റെ വായിലേക്ക് കടന്നു പോകുന്നതായിട്ട് അർജുനൻ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട സമയത്ത് അർജുനന് വലിയ അത്ഭുതമുണ്ടായി. സാധാരണഗതിയിൽ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ സംസാരിച്ച് വളരെ സുഹൃദ്ഭാവത്തിൽ പെരുമാറി ഇരുന്നതാണ് ഭഗവാനുമായിട്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം പെട്ടെന്ന് മാറി ഇങ്ങനെ ഭീകരമായിട്ടുള്ള രൂപം അർജുനൻ കാണുന്നത്. അപ്പോൾ അർജുനൻ ഭയന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ ഉദ്ദേശം? അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ഇങ്ങനെ ഒരു രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് അർജുനൻ ചോദിക്കുന്നു. 31-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നു, ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപോ നമോസ്തുതേ ദേവവര പ്രസീത വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. ആഖ്യാഹിമേ കോ ഭഗവാൻ ഉഗ്രരൂപം. ഈ ഉഗ്രരൂപം കൊണ്ടിരിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു രൂപം കാണുന്നത്. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് പറയണമേ എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഭഗവാൻ മറുപടി പറയുന്നു 32-ാമത്തെ ശ്ലോകത്തിൽ. എന്താണ് ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയുന്നു, കാലോസ്മി ലോകക്ഷേകൃത് പ്രവൃദ്ധോ. ഞാൻ കാലസ്വരൂപനാണ്, കാലപുരുഷനായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ലോകക്ഷേകൃത്, ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന കാലപുരുഷനാണ് ഞാൻ എന്ന് പറയുന്നു. പിന്നീട് ഭഗവാന്റെ വരവിന്റെ ഉദ്ദേശവും ഭഗവാൻ പറഞ്ഞു, ഹൃദയഭിത്വാൻ ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിത പ്രത്യക്ഷി യോധ ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്ത. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ യോദ്ധാക്കളെയും ഞാൻ വധിക്കാൻ പോവുകയാണെന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള പാണ്ഡുപക്ഷത്തും കൗരവപക്ഷത്തുമുള്ള എല്ലാവരും വധിക്കപ്പെടുമെന്ന് പറയും. എല്ലാവരെയും വധിക്കുക, എല്ലാവരെയും കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്
ഭഗവാൻ വന്നിട്ടുള്ളത്, കാലസ്വരൂപനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഭഗവാന്റെ മൃത്യുരൂപമാണ് ഇവിടെ ഭഗവാൻ കാണിക്കുന്നത്. മൃത്യുവും ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ ആഗ്രഹം കൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സൈന്യത്തിലുള്ള എല്ലാ അംഗങ്ങളും നേരത്തെ തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി അർജുനൻ കൊല്ലേണ്ട ആവശ്യമില്ല. അർജുനൻ അവരെ വധിച്ചിട്ടില്ലെങ്കിൽ പോലും അവരെല്ലാവരും കൊല്ലപ്പെടും. ഭഗവാൻ അവരുടെ സമയത്തിന്റെ പരിധി നേരത്തെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഭഗവാനാണ് അത് നിശ്ചയിക്കുന്നത്. അപ്പൊ ഇനി നീ വെറുതെ യുദ്ധം ചെയ്താൽ മാത്രം മതി. നീ എന്തായാലും വിജയിക്കും, യുദ്ധത്തിൽ വിജയിക്കും. അതുകൊണ്ട് ഒരു നിമിത്തമായിട്ട്, ഭഗവാന്റെ ഒരു നിമിത്തമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. 33-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തസ്മാത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയേ വേദേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചി. ഒരു നിമിത്തമായിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ മാത്രം മതി, നീ യുദ്ധത്തിൽ വിജയിക്കാൻ പോവുകയാണ്. ഇവരെയൊക്കെ ഞാൻ നേരത്തെ തന്നെ കൊന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. മയാഹതസ്ത്വം ജഹിമാ വിദിഷ്ട, ഞാൻ ഇവരെ നേരത്തെ തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. അപ്പൊ പാണ്ഡവരെ ഒഴികെ എല്ലാവരും വധിക്കപ്പെടുമെന്ന് ഭഗവാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഇത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ പ്രത്യേക കാരുണ്യമാണ്. ഭക്തന്മാർക്ക് നേരത്തെ കൂട്ടി ഭഗവാൻ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും, അല്ലെ? കാരണം ഭഗവാന് നേരത്തെ കൂട്ടി എല്ലാം അറിയാം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ ഭഗവാൻ അറിയാം. അതേപോലെ ഭക്തന്മാർക്കും ഭഗവാൻ ആ ഒരു അറിവ് നൽകുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കേട്ട സമയത്ത് അർജുനന്റെ പ്രതികരണമാണ് ഇവിടെ പറയുന്നത്. അർജുനൻ പറയുന്നു, ഞാൻ അങ്ങയോട് വളരെ അടുത്ത് പെരുമാറിപ്പോയി. സഖേതി മത്വാ പ്രസവം യുദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രസാദാത് പ്രണയേന വാപി. 40-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. 40-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ട്, എല്ലാ ഭാഗത്തും ചുറ്റി നടന്ന് ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ട് പറയുന്നു. അതിനുശേഷം ഭഗവാനോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ അർജുനന്റെ ആ സഖ്യഭാവത്തിന് കുറച്ച് ഇടിവുണ്ടായതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അർജുനൻ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപം ദർശിക്കുന്ന ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, സഖ്യഭാവത്തിലുള്ള സുഹൃത്താണ്. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം കണ്ട സമയത്ത് ആ സഖ്യഭാവത്തിന് കുറച്ച് താഴ്ചയാണ് വരുന്നത്. ഒരു ആരാധനാ ഭാവത്തിലേക്ക് ഇവിടെ അർജുനൻ പോകുന്നതായിട്ട് കാണുന്നു. ഭഗവാനുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അങ്ങയോട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ കളിതമാശകൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാനിതാ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 42-ാമത്തെ ശ്ലോകം മുതൽ ആ ഒരു ഭാവത്തിൽ അർജുനൻ സംസാരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അർജുനൻ പറയുകയാണ്, ഈ ഒരു രൂപം ഇനി അധിക സമയം കാണാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കും ഭയമാണ് ഉണ്ടാകുന്നത്. ഈ രൂപം കാണുന്ന സമയത്ത് അങ്ങയോട് ഭയമാണ് എനിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു രൂപം കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അർജുനൻ പറയുകയാണ്. 45-ാമത്തെ ശ്ലോകത്തിൽ അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട ഭയേനജ പ്രവിദിതം മനോമേ, എന്റെ മനസ്സിൽ ഭയമാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭക്തന്മാർക്ക് ഈ വിശ്വരൂപത്തിൽ അത്ര താല്പര്യമില്ല. നമ്മൾ നേരത്തെ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഈ വിശ്വരൂപമാണ് ഏറ്റവും ഉന്നതമാണ് എന്ന് കരുതി ആരാധിക്കുന്നത്, അല്ലെ? ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശദോമുഖം എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വരൂപം ഏറ്റവും ഉന്നതമായിട്ട് കാണുന്നത് ഭക്തിയിലേക്ക് വരുന്നതിന്റെ മുന്നെയാണ്. ഭക്തി വർദ്ധിപ്പിക്കുന്നത് ഈ വിശ്വരൂപം അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ അർജുനന് ഭയമുണ്ടായി. അതുകൊണ്ട് അർജുനൻ പറഞ്ഞിരുന്നു, തദേവമേ ദർശയ ദേവരൂപം പ്രസീത ദേവേശ ജഗന്നിവാസ, അങ്ങയുടെ നേരത്തെയുള്ള രൂപം തന്നെയാണ് എനിക്ക് കാണേണ്ടത്. വിശ്വരൂപം എനിക്ക് അധികം കാണാൻ താല്പര്യമില്ല എന്ന് അർജുനൻ പറഞ്ഞു. ഇനി എങ്ങനെയുള്ള ആ രൂപം
ഭഗവാന്റെ നാരായണ രൂപം കൂടി കാണാൻ അർജുന് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ നാരായണ രൂപം കൂടി അങ്ങ് കാണിച്ചു തരും. ആ നാരായണ രൂപം കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് നേരത്തെ സ്ഥിതിയിലാകും, അതിന് സമാധാനമുണ്ടാകും എന്ന് പറയും. കാരണം യോഗിമാരൊക്കെ ധ്യാനിക്കുന്നത് നാരായണ രൂപത്തിനെയാണ്. ആ നാരായണ രൂപം കാണുന്ന സമയത്ത് അവരുടെ മനസ്സ് നിയന്ത്രണ വിധേയമാകും. ഇവിടെ അർജുനന്റെ മനസ്സ് നിയന്ത്രണം ഇല്ലാതെ പോകുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അങ്ങയുടെ രൂപം കണ്ടിട്ട്, വിശ്വരൂപം കണ്ടിട്ട് എൻ്റെ മനസ്സിന്റെ നില തെറ്റുന്നു എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ നാരായണ രൂപം കൂടി, ശംഖചക്ര ഗദാ പത്മങ്ങൾ ഏന്തിയിട്ടുള്ള ചതുർഭുജ രൂപം കാണിച്ചു തരണമെന്ന് അർജുനൻ ആവശ്യപ്പെടുന്നുണ്ട് 46-ാമത്തെ ശ്ലോകത്തിൽ. 46-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവവിശ്വമൂർത്തെ. അങ്ങയുടെ ചതുർഭുജ നാരായണ രൂപം കൂടി ഒന്ന് കാണിച്ചു തരൂ എന്ന് അർജുനൻ പറഞ്ഞ സമയത്ത്, ആ സമയത്ത് തന്നെ ഭഗവാൻ അർജുനന്റെ ആഗ്രഹപ്രകാരം തന്റെ ചതുർഭുജ നാരായണ രൂപം കാണിച്ചു കൊടുക്കുന്നു. നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാൻ ഏത് രൂപം വേണമെങ്കിലും കാണിച്ചു കൊടുക്കാൻ സാധിക്കും. കാരണം എല്ലാ രൂപങ്ങളും ഭഗവാനിൽ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. ഭഗവാനിൽ എല്ലാവിധ രൂപങ്ങളും ഉണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹം സർവസ്യ പ്രഭവോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ വെറുതെ പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമായിട്ട് കാണിച്ചു കൊടുക്കാനും ഭഗവാന് സാധിക്കും. ഞാനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്ന് ഭഗവാൻ പറഞ്ഞു പോവുക മാത്രമല്ല, എല്ലാറ്റിൻ്റെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. എല്ലാ രൂപത്തിൻ്റെയും, നാരായണ രൂപത്തിന്റെ പോലും ഉറവിടം ഭഗവാനാണ് എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുത്തു. അർജുനൻ ചോദിച്ച സമയത്ത് നാരായണ രൂപവും ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 50-ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നുണ്ട്, ഇത്യർജുനം വാസുദേവസ്തോക്ത തകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത പുന സൗമ്യവപുർ മഹാത്മാ എന്ന് പറയും. ആദ്യം അർജുനന്റെ ആഗ്രഹപ്രകാരം ആ ചതുർഭുജ നാരായണ രൂപം കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഭൂത പുന സൗമ്യവപുർ മഹാത്മാ, അതിനുശേഷം ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള സൗമ്യവപു കാണിച്ചു കൊടുത്തു എന്ന് പറയും. ഈ സൗമ്യവപു എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഭഗവാന്റെ സാധാരണമായിട്ടുള്ള ദ്വിഭുജ രൂപം, ശ്യാമസുന്ദര രൂപം, രണ്ട് കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ സ്വന്തം രൂപം എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂത്വാ പുന സൗമ്യവപുർ മഹാത്മാ, ഭഗവാന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം അങ്ങനെയുള്ള സൗമ്യവപു കണ്ട സമയത്ത്, ഭഗവാന്റെ സാധാരണ രൂപം കണ്ട സമയത്ത് അർജുനൻ പറയുന്നു, ദൃഷ്ടേമം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇതാനീം അസ്മി സംവൃത്ത സചേത പ്രകൃതി കഥ. അങ്ങയുടെ ഈ മാനുഷിക രൂപം, രണ്ട് കൈകളോട് കൂടിയിട്ടുള്ള അങ്ങയുടെ രൂപം കണ്ട സമയത്താണ് എൻ്റെ മനസ്സ് പൂർവ്വസ്ഥിതിയിലായത്, എനിക്ക് സമാധാനമായത്. അപ്പൊ ഭക്തന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഏത് രൂപത്തിനോടാണ്? ഭഗവാന്റെ രണ്ട് കൈകളോട് കൂടിയിട്ടുള്ള സാധാരണ രൂപത്തിനോടാണ്. അതിനോടാണ് ഭക്തി ഉണ്ടാകുന്നത്. അതാണ് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള രൂപം, രണ്ട് കൈകളോട് കൂടിയിട്ടുള്ള രൂപം. ആ രൂപം കണ്ട സമയത്ത്, ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ രൂപം കണ്ട സമയത്ത് ഭഗവാനോട് അർജുനൻ പറയുന്നു, ഇതാനീം അസ്മി സംവൃത്ത സചേത പ്രകൃതിങ്കത, എൻ്റെ മനസ്സ് വീണ്ടും സാധാരണഗതിയിലായി, എനിക്കിപ്പോൾ സമാധാനമായി എന്ന് പറയും. അപ്പൊ വിശ്വരൂപം കണ്ട സമയത്ത് അർജുനൻ ഭക്തനായിട്ട് പോലും അർജുനന് ഭയമാണ് ഉണ്ടായത്. പിന്നീട് ഭഗവാന്റെ ദ്വിഭുജ രൂപം കണ്ട സമയത്താണ് അർജുനന് വീണ്ടും സമാധാനമായത് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ദ്വിഭുജ രൂപത്തിനെ കുറിച്ചാണ് ഇനി ഭഗവാൻ പറയുന്നത്. ദ്വിഭുജ രൂപത്തിന്റെ പ്രത്യേകത, ദ്വിഭുജ രൂപത്തിലേക്ക് വന്നതിന് ശേഷം അർജുനനോട് ഭഗവാൻ പറയുന്നു 52-ാമത്തെ ശ്ലോകത്തില്, ശ്രീ ഭഗവാൻ വാച ചതുർദർശമിതം രൂപം ദൃഷ്ടമാനസിയൻ മമ ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഈ ദ്വിഭുജ രൂപം അതീവ രഹസ്യമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അർജുനന് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, കാരണം അർജുനൻ ഭഗവാന്റെ ഭക്തനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ രൂപം കാണുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ളതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. സുദുർദർശമിതം രൂപം,
ഇപ്പോൾ അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപം സുദുർദർശമാണ്. ദുർദർശമല്ല, സുദുർദർശമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. വളരെയധികം അപൂർവമാണ് ഈ രൂപം എന്ന് പറയുന്നത്. ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ എന്ന് പറയുന്നു. ദേവന്മാർ പോലും കാണാൻ കൊതിക്കുന്നതാണ് ഭഗവാന്റെ ഈ ശ്യാമസുന്ദര രൂപം എന്ന് പറയുന്നത്. ശ്യാമസുന്ദരമാണ് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപം എന്ന് ഭഗവാൻ തന്നെ ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഭക്തന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശ്യാമസുന്ദര രൂപമാണ്, മറ്റു രൂപങ്ങളൊന്നും അല്ല എന്ന് പറയും. ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ അവതരിച്ച സമയത്ത് ദേവന്മാരൊക്കെ അവരവരുടെ ലോകത്തിലേക്ക് ഭഗവാനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പല വിധത്തിൽ. അല്ലെ, നമ്മള് ഭഗവാന്റെ ലീല വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരുണദേവൻ വരുണ ലോകത്തിലേക്ക് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വസുദേവരെ, ഭഗവാന്റെ പിതാവിനെ അങ്ങോട്ട് തടങ്കലിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം പിതാവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭഗവാൻ അവിടേക്ക് എത്തും എന്ന് വരുണദേവൻ അറിയാം. അപ്പൊ തന്റെ ലോകത്തിലേക്ക് ഭഗവാനെ എത്തിക്കണം, കാരണം ഇത് അപൂർവമായിട്ടുള്ള രൂപമാണ് എന്ന് ദേവന്മാർക്കൊക്കെ അറിയാം. മഹാവിഷ്ണു പോലും ഭഗവാന്റെ ഇത് ശ്രീകൃഷ്ണ രൂപത്തിനെ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി. അല്ല, ആ ലീലയും നമ്മൾക്കറിയാം. സന്താനഗോപാല ലീല നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണന്റെ പുത്രന്മാരൊക്കെ മരിച്ചു പോകും. അപ്പം അവരെ വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് മഹാവിഷ്ണുവിന്റെ ഒരു ലീലയായിരുന്നു, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഒരു ലീലയായിരുന്നു. അപ്പൊ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട സമയത്ത് അനന്തശായിയായി കിടക്കുന്ന ഭഗവാൻ, വിഷ്ണു രൂപത്തിൽ കിടക്കുന്ന ഭഗവാൻ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെ, ആ രൂപത്തിലുള്ള വിഗ്രഹമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണത്രയീശൻ, എറണാകുളം ജില്ലയിലുള്ള പൂർണ്ണത്രയീശ ക്ഷേത്രം. ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുന്ന സമയത്ത് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്ന ഭഗവാൻ, അപ്പൊ ഭഗവാൻ പുറകെ നിന്ന് കാണിക്കും, വേണ്ട, എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല എന്ന് കാണിക്കുന്നു. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണ. എല്ലാ ദേവീദേവന്മാരും ദർശിക്കാൻ ശ്രമിക്കുന്ന അപൂർവമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ ഈ ദ്വിഭുജ രൂപം എന്ന് ഭഗവാൻ പറയുന്നു. ആ ദ്വിഭുജ രൂപത്തിനെ നമ്മൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. 53-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നാഹം വേദേർന തപസ ന ദാനേന ന ചേജ്യ ശക്യ ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടമാനസി മാമ്യഥ. എങ്ങനെയാണ് ഭഗവാന്റെ ദ്വിഭുജ രൂപം കാണാൻ സാധിക്കുന്നത്? നാഹം വേദേർ, വേദങ്ങൾ മുഴുവൻ പഠിച്ചത് കൊണ്ട് ഭഗവാന്റെ ഈ രൂപത്തിനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദപഠനം കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ന തപസ, ഉഗ്രമായിട്ടുള്ള തപസ്സുകൾ ചെയ്തത് കൊണ്ടും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ന ദാനേന, ദാനങ്ങൾ ചെയ്തത് കൊണ്ടോ, ന ചേജ്യ, യജ്ഞങ്ങൾ ചെയ്തത് കൊണ്ടോ അതിന് സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. ശക്യ ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടമാനസിമാം യഥ. നീ ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിനെ ഇങ്ങനെ വേദപഠനം കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ തപസ് കൊണ്ടോ ഒന്നും ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 54-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തമ. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിക്കാതെ ഭഗവാന്റെ രൂപത്തിന്റെ അതീന്ദ്രിയമായിട്ടുള്ള രഹസ്യത്തിനെ കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റു കർമ്മങ്ങളൊന്നും ചെയ്തത് കൊണ്ട് കാര്യമില്ല, ഭഗവാന് സേവനം ചെയ്യണം. ഭഗവാന് സേവനം ചെയ്താൽ മാത്രമേ ഭഗവാന്റെ രൂപത്തിന്റെ രഹസ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പൊ ഭക്തന്മാർക്ക് മാത്രമേ ഇത് പിടികിട്ടുകയുള്ളൂ. ഭഗവാന്റെ രൂപത്തിന്റെ രഹസ്യം ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുകയാണ്. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തമ. അങ്ങനെ ഭക്തന്മാർക്ക് ഭഗവാന് സേവനം ചെയ്യുന്നത് കൊണ്ട് എന്ത് മനസ്സിലാകും? ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും ജ്ഞാതും ദൃഷ്ടും ച തത്വേന, ഭഗവാന്റെ രൂപം ദർശിക്കാനും, തത്വേന പ്രവേഷ്ടും ച പരന്തമ, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കുമെന്നാണ് പറയുന്നത്.
അപ്പൊ ആ ഭക്തി കൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഭക്തിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മത് മത് കർമ്മകൃൻ മത്പരമോ മദ്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസമാമേതി പാണ്ഡവ. ഭക്തി എന്നതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഈ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. മത് കർമ്മകൃൻ, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്താണോ ഓരോ യുഗത്തിലും ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഭഗവാന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെ? ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നത് ഒരു പ്രവർത്തനമാണ്, ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഒരു പ്രവർത്തനമാണ്, ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുന്നത് ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. മത് കർമ്മകൃൻ മത് പരമോ, ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കണം. മത് പരമോ മത് ഭക്ത, ഭഗവാന്റെ ഭക്തനാവുക. സംഘവർജിത, അഭക്തന്മാരിൽ നിന്നും വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ അഭക്തന്മാരിൽ നിന്നും കേൾക്കാതിരിക്കുക, ഭഗവാനെ കുറിച്ചൊന്നും കേൾക്കാതിരിക്കുക. കാരണം അഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുകയില്ല. അതുകൊണ്ട് അഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കാതിരിക്കുക. സംഘവർജിത നിർവൈര സർവഭൂതേഷു, എല്ലാ ജീവാത്മാക്കളോടും ശത്രുതയില്ലാതിരിക്കുക, ആരോടും ശത്രുത വെച്ച് പുലർത്താതിരിക്കുക. നിർവൈര സർവഭൂതേഷു, അങ്ങനെയുള്ള ഒരു ഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. യസമാമേതി പാണ്ഡവ, ഈ ഇവിടെ ഭഗവാനെ കുറിച്ച് ഭഗവാൻ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. മത് കർമ്മകൃൻ മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസമാമേതി പാണ്ഡവ. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, ഭഗവാനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കുക, മത് ഭക്ത, ഭഗവാന്റെ ഭക്തനാവുക, സംഘവർജിത, അഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാതിരിക്കുക, നിർവൈര സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും സുഹൃത്ത് രൂപത്തിൽ പെരുമാറുക, യസമാമേതി പാണ്ഡവ, അങ്ങനെയുള്ള ഒരു ഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഈ സ്വരൂപം എന്നുള്ള അധ്യായം അവിടെ അവസാനിക്കുകയാണ്. അടുത്തത് നേരിട്ടുള്ള ഭക്തിയോഗത്തിനെ കുറിച്ചും ഭക്തിയോഗത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരങ്ങളെക്കുറിച്ചും ഏതെല്ലാം തരത്തിൽപ്പെട്ട ഭക്തന്മാരെയാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം അടുത്ത അധ്യായത്തിൽ ഭക്തിയോഗത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.